ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വെച്ചായിരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഇന്ന് ആൻസിസ്റ്റേഴ്സിൻ്റെ ഏഞ്ചൽസിൻ്റെ ഒക്കെ ബ്ലെസ്സിങ്സ് ആണ് എടുത്തേക്കുന്നത്. അവരുടെ മെസ്സേജസ് ആണ് നോക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് വാരിയർ എന്ന് പറയുന്ന കാർഡാണ്. വാരിയർ എന്ന് പറയുമ്പോൾ ഒരു യോദ്ധാവിൻ്റെ എനർജിയാണ്. ഈ യോദ്ധാവിൻ്റെ എനർജി എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം? യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തി ആരോടെങ്കിലും പേടിച്ചിരുന്നു കഴിഞ്ഞാൽ പറ്റുമോ? ഗീതയിൽ അർജുനോട് ശ്രീകൃഷ്ണൻ പറയുന്നത് എന്താണ്? ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാമാണ് മുന്നിലിരിക്കുന്നത്, പക്ഷേ നിന്റെ ഉള്ളിൽ ധൈര്യം കൊടുക്കണം. നിന്റെ കടമയാണ് ഇത് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. കടമ എന്താണോ അതാണ് നിർവഹിക്കേണ്ടത്, അല്ലാതെ നമ്മുടെ സ്വന്തക്കാരാണ് അതുകൊണ്ട് അവരോട് ക്ഷമിക്കുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റിനെ എപ്പോഴും കാണാതിരിക്കുക, അല്ലെങ്കിൽ അവരെ പേടിച്ച് ജീവിക്കുക. ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. നിങ്ങൾക്ക് ആരെയും പേടിച്ചിരിക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് വേണ്ടത്? യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള ഒരു കഴിവാണ് നിങ്ങൾക്ക് വേണ്ടത്. യുദ്ധം ചെയ്ത് ജയിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിനോട് പൊരുതി ജയിക്കുക. പൊരുതണം. നമ്മൾ പൊരുതിയുള്ള ആ ഒരു വിജയത്തിനാണ് എപ്പോഴും മാധുര്യം കൂടുന്നത്. നിങ്ങൾക്കിപ്പോൾ എന്താണോ നേടിയെടുക്കേണ്ടത് അതിനോട് നിങ്ങൾ പൊരുതി നേടുകയാണ് വേണ്ടത്. ആ പൊരുതി നേടുന്നതിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കും. നമുക്ക് കടയിൽ പോയി പച്ചക്കറിയൊക്കെ മേടിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊന്ന് സ്വയം അധ്വാനിച്ച് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അതിൻ്റെതായ ആ ഒരു സന്തോഷം, അതിൻ്റെതായ ടേസ്റ്റ് ഒന്ന് വ്യത്യസ്തമായിരിക്കും, അല്ലേ എന്ന് പറയുന്നു. അത് എന്തുകൊണ്ടാണ് അത് വരുന്നത്? ആ ഒരു ടേസ്റ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്നതിനോടുള്ള ആ ഒരു കടപ്പാട്, അല്ലെ? അവിടെയാണ് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത്. അങ്ങനെ സന്തോഷം വേണമെങ്കിൽ നിങ്ങൾ എന്താണ്? എല്ലാ കാര്യത്തിനെയും പൊരുതി നേടണം. പൊരുതാനുള്ള ആ ഒരു മനസ്സുണ്ടാകണം എന്ന് പറയുന്നതാണ് ഇവിടെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഏഞ്ചൽസും ആൻസിസ്റ്റേഴ്സും ഒക്കെ നിങ്ങളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ പൊരുതി നേടൂ. ബി ഫിയർലെസ് ആൻഡ് സ്റ്റാൻഡ് സ്ട്രോങ് ആയിട്ട് നിൽക്കൂ. നിങ്ങൾ പേടിയില്ലാത്തവരായിട്ട് ഭീരുവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് നേടാൻ സാധിക്കില്ല. എവിടെയെങ്കിലും പോവാ പേടിച്ച് ഒരു വഴിക്ക് പോവുകയാണ്, എന്തെങ്കിലും നേടാൻ കഴിയുമോ? ഇല്ല. ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. എന്നെ കൊണ്ട് ഇത് കഴിയും. ധൈര്യമായിട്ട് അറിയപ്പെടാത്ത ഒരു വഴിയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യൂ. ആരോടെങ്കിലും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ചോദിക്കുക. അല്ല പേടിച്ച് പറിച്ച ഒരാളിനോട് ഏതെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവിടെ അവർ നമ്മളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുക, അല്ലേ? ഇവൻ ഒരു പേടിത്തൊണ്ടനാണല്ലോ, അല്ലെങ്കിൽ ഒരു പേടിത്തൊണ്ടിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരതിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കും, നമ്മളുടെ ഭീരുത്വത്തെ. അപ്പോൾ അതിനുള്ള വക കൊടുക്കാതെ ഉള്ളിലുള്ള ധൈര്യത്തെ പുറത്തേക്ക് എടുക്കും. ഇനി അഥവാ ധൈര്യം ഇല്ല എങ്കിൽ ധൈര്യം സംഭരിക്കുകയാണ് വേണ്ടത്. ധൈര്യം നേടിയെടുക്കുകയാണ് വേണ്ടത്. അതിനെന്താണ് വേണ്ടത്? എപ്പോഴും പ്രാർത്ഥന വേണം. അത്യാവശ്യ കാര്യമാണ്. ഈശ്വരനോടുള്ള ഒരു പ്രാർത്ഥന. ആ ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിവേഴ്സിനോടുള്ള ഒരു പ്രാർത്ഥന. അതായത് എന്താണ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്നത്? കോൺഫിഡൻസ് ആണ് കിട്ടുന്നത്. ആ കോൺഫിഡൻസിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ധൈര്യം നേടാൻ പറ്റും.
പ്രാർത്ഥന നമുക്ക് എപ്പോഴും നമ്മളെ നല്ല വഴിയിലൂടെ നയിക്കുന്ന ഒന്നാണ്, നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഒന്നാണ്, നമ്മളെ വളരെയധികം കോൺഫിഡൻ്റ് ആക്കി മാറ്റുന്ന ഒരേ ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വഴിയിലേക്ക് വരിക, പൊരുതുക. മനസ്സിലായോ? ആ പൊരുതി നേടുന്നതിനുള്ള ആ ഒരു വിജയത്തിന് ഒരുപാട് മാധുര്യമേറും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കൂ എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഇതിലാണ് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 5 ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഏടാകൂടത്തിൽ പെട്ടിട്ടുണ്ടായിരിക്കണം, അല്ലെ? ഒരു കുടുക്കിൽ പെട്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഊരാക്കുടുക്ക് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. കാര്യം എന്താ? ഏതെങ്കിലും കാര്യത്തിൽ നിന്ന് വെളിയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചിലപ്പോൾ ചില ബന്ധങ്ങളിൽ നിന്നാവും. അതിൽ നിന്നും വെളിയിലേക്ക് വന്നാൽ എനിക്ക് ആശ്വാസമായിരുന്നു, അയ്യോ ഞാൻ അതിനുള്ളിൽ കിടന്ന് വെന്ത് നീറുകയാണ് എന്നൊക്കെ ചില തോന്നലുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ, ഇനി അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ പെട്ടിരിക്കുന്നു, മാനസിക സംഘർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ആ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കൂ, അവിടെ പൊരുതി നേടൂ. ആ ഒരു സക്സസ് നിങ്ങൾ പൊരുതി നേടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? നമുക്ക് പിന്നീട് ഇവിടെ വന്നിരിക്കുന്നത് ഷേപ്പ് ഷിഫ്റ്റർ എന്ന് പറയുന്ന കാർഡാണ്. ട്രാൻസ്ഫോം ആൻഡ് അൺവെയിൽ യുവർ ഗിഫ്റ്റ്സ് ഉണ്ടല്ലേ. ഇവിടെ ട്രാൻസ്ഫോം ചെയ്യണം, അതുപോലെ തന്നെ അൺവെയിൽ ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗിഫ്റ്റ്സിനെ, നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഗിഫ്റ്റ്സുകളുണ്ട്, സമ്മാനങ്ങളുണ്ട്, നിങ്ങൾക്ക് ജെനുവിനായിട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അൺവെയിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ പുറത്തേക്ക് എടുക്കണം, വെളിപ്പെടുത്തണം, മറ്റുള്ളവരുടെ മുൻപിൽ അത് വെളിപ്പെടുത്തണം. നിങ്ങളുടെ ഉള്ളിൽ കഴിവുകളുണ്ട്, പക്ഷെ നിങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. ആർക്കെങ്കിലും അത് മനസ്സിലാകുമോ? ഇല്ല. എന്ത് കഴിവാണുള്ളത് നിങ്ങൾക്ക്? ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും, ഇല്ലാത്ത ഒരു വ്യക്തികളുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്, ഒരു ക്രിയേറ്റീവ് എനർജി നിങ്ങളിലുണ്ട്, അല്ലെങ്കിൽ ദൈവികമായ ഒരു എനർജി, ദൈവികമായ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളെ അത് മുന്നോട്ട് നയിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ അതിനെ കാണുന്നില്ല, അറിയുന്നില്ല, നിങ്ങൾ അതിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. ഒരുപാട് ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്, ദൈവികമായ സമ്മാനം നിങ്ങൾ ഒരുപാട് നേടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ പുറത്തേക്ക് എടുക്കുന്നില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ വിലമതിക്കുന്നില്ല. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ഒന്ന് വെളിയിലേക്ക് എടുക്കൂ. ഇവിടെ ഒരു പക്ഷിയെ പോലെയുള്ള ഒരു ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വരണം. ഏത് കാര്യത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു ഫോക്കസ് കൊടുക്കണം നിങ്ങൾ. അതുപോലെ തന്നെ ഇത് വളരെ അധികം പൂർണ്ണ ബുദ്ധിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരേണ്ടതാണ്. അതുപോലെ ശ്രദ്ധ എല്ലായ്പ്പോഴും അത്യാവശ്യ കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയുണ്ടാവണം, ക്ഷമയുണ്ടാകണം. മനസ്സിലായി? എന്തിനെങ്കിലും ഫോക്കസ് ചെയ്തോ അതിനെ നേടിയെടുക്കാനുള്ള കോൺസെൻട്രേഷൻ ഉണ്ടാവണം, മനസ്സിന്റെ ധൈര്യം ഉണ്ടാവണം, വിൽ പവർ ഉണ്ടാകണം, അതുപോലെ പവർഫുൾ ആവണം എല്ലായ്പ്പോഴും. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഈ ഒരു അനുഗ്രഹത്തെ നിങ്ങൾ വെളിയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെയാണ് ആദ്യത്തെ എനർജിയും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കുള്ള ധൈര്യത്തെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക, സ്ട്രോങ് ആയിട്ട് നിലനിൽക്കൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെ അതുപോലെ ദൈവം തന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ഗിഫ്റ്റുകളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കെല്ലാം ദൈവം ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും കാണുന്നില്ല. നമ്മൾ എന്തോ ഒരു ഇല്യൂഷനിൽ പെട്ട് നമ്മളിങ്ങനെ കഴിയുകയാണ്. അതുകൊണ്ട് ആ ഒരു എനർജിയിൽ നിന്നും പുറത്തേക്ക് റിയാലിറ്റിയിലേക്ക് വരേണ്ടതാണ്. ദൈവികമായ അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ ഒക്കെ വെളിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കോൺസെൻട്രേഷനോടുകൂടി നിങ്ങൾ ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്ന കാര്യം നേടിയെടുക്കണം. ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരു പറക്കൽ ഉണ്ടെങ്കിൽ എന്താണ് നേടാൻ കഴിയുന്നത്? നിങ്ങൾക്ക് സാമ്പത്തികം നേടാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്ന കിങ് ഓഫ് പെന്റക്കിൾസ്. പെന്റക്കിളിന്റെ രാജാവാകാൻ സാധിക്കും, സമ്പത്തിൻ്റെതായ രാജാവാകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും ഉള്ള സത്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് ശരിക്കും നിങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
അടുത്തായിട്ട് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനും കഴിയും. അതെ, തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുക. ഫിനാൻഷ്യൽ ഫ്രീഡം ആണല്ലോ ഏറ്റവും വലിയ ഫ്രീഡം എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? നമ്മൾ വെറുതെ അത് പറഞ്ഞ അത്യാഗ്രഹമാണെന്ന് പലരും പറയും. പിന്നെ പൈസയാണോ വലുത്? അല്ല, തീർച്ചയായിട്ടും പൈസ തന്നെയാണ് വലുത്. അങ്ങനെ പറയാൻ പാടില്ല. പൈസ തന്നെയാണ്, പണം തന്നെയാണ് വലുത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്നേഹം. പണം ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹത്തിൻ്റെതായ എനർജി അതിനോട് പറ്റിപ്പിടിച്ച് നിൽക്കുകയുള്ളൂ. നിങ്ങൾക്ക് സ്വയം അറിയാവുന്ന കാര്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുറേ പണം നിങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ആരുടെയും സ്നേഹം ലഭിക്കുന്നില്ലെങ്കിൽ ആ പണം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകാം. പക്ഷെ നിങ്ങളെ സ്നേഹിക്കാൻ ഒരാളില്ല, നിങ്ങളെ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ വരുന്ന പരാജയം എന്തിൻ്റെതാണ്? ഇത് രണ്ടും കൂടെ മിക്സഡ് ആണ്. ഈ ലവ് എനർജി, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എനർജി, അല്ലെങ്കിൽ സാമ്പത്തികമായ മണി എനർജി എന്നൊക്കെ പറയുന്നത് രണ്ടും കൂടി മിക്സഡ് ആണ്. ഇത് രണ്ടും കൂടി ചേർന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സക്സസ് നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദൈവികമായ അനുഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികപരമായ എനർജി നേടിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അവിടെ നിങ്ങൾക്ക് സ്നേഹവും വരും. അപ്പോൾ ജീവിതം തന്നെ സക്സസ്സിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി സേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ ബി ഡിവോട്ടഡ് ആൻഡ് കമ്മിറ്റഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം ബി ഡിവോട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്മിറ്റഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ദൈവത്തിലുള്ള ആ ഒരു സ്നേഹം, സമർപ്പണം, മനസ്സിലായോ? ഡിവോഷനാണ്. അതായത് കമ്മിറ്റഡ് ആയിരിക്കണം. സമർപ്പണം, സ്നേഹം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. നമ്മളങ്ങ് ഒരുപാട് അങ്ങ് സമർപ്പിച്ച് കഴിയുക, ദൈവത്തിൽ സമർപ്പിച്ച് കഴിയുക എന്ന് പറയുമല്ലോ. അതെങ്ങനെയാണ് ദൈവത്തിൽ സമർപ്പിച്ച് കഴിയുന്നത്? എങ്ങനെയാണ്? എല്ലായ്പ്പോഴും നമുക്ക് ദൈവികമായ ചിന്ത ഉണ്ടായിരിക്കണം, ദൈവികമായൊരു ഭക്തി ഉണ്ടാകണം. മനസ്സിലായി? ദൈവഭക്തി, ഒരു ഭയം ഉണ്ടാകണം, ദൈവത്തോടൊരു ഭയം ഉണ്ടാകണം. യൂണിവേഴ്സിനോട് നമുക്ക് എപ്പോഴും കടപ്പെട്ടിരിക്കണം. യൂണിവേഴ്സിനോട് നമ്മൾ താങ്ക് യു പറയണം. യൂണിവേഴ്സ് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും താങ്ക് യു പറഞ്ഞൊന്ന് ജീവിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ഉയരത്തിലേക്ക് വരും. നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾ ചെയ്തു പോയ കർമ്മയ്ക്ക് നിങ്ങൾ മാപ്പപേക്ഷിക്കുക ഓരോ ദിവസവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് മാറും. ഈ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്, അല്ലാതെ മറ്റാരും തന്നെയല്ല. മനസ്സിലായോ? ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ സഹായം വരും, ഓപ്പർച്യൂണിറ്റീസ് വരും, അതുപോലെ അവസരങ്ങൾ വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ദൈവികമായ ഒരു സമർപ്പണത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആരോടും എപ്പോഴും ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ, നല്ല വ്യക്തികളോട്, നല്ല കാര്യങ്ങളോട്, ദൈവിക സ്നേഹത്തോടൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? അവസരങ്ങൾ വരും. നമുക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. നമ്മളെ വിജയത്തിലേക്ക് നമുക്ക് പോകാൻ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് പറയുന്നത്. ആരെങ്കിലും നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു, നിങ്ങളൊരു നന്ദി വാക്ക് പറയേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അവിടെ നിങ്ങൾക്ക് നന്ദി ഇല്ല എങ്കിൽ, നിങ്ങൾ നന്ദി പറയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, അല്ലെങ്കിൽ അത് തന്ന വ്യക്തികളുടെ, ആ ഒരു സ്നേഹം തന്ന വ്യക്തികളുടെ, എന്തെങ്കിലും ഉപകാരം ചെയ്ത വ്യക്തികളുടെ കർമ്മ കൂടി നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും നമ്മൾ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം നടത്തൂ എന്ന്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരും നിങ്ങളുടെ ജീവിതത്തിൽ, ഉയരാൻ തക്കതായ അവസരം, ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് പറ്റുന്നതായ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്തവസരമാണ്? പെന്റക്കിളിൻ്റെതായ സാമ്പത്തികത്തിൻ്റെതായ അവസരങ്ങൾ വരും. അതാണല്ലോ ഏറ്റവും പ്രധാനം. നമുക്ക് കുറെ സ്നേഹം കിട്ടിയിട്ടും കാര്യമില്ല, സാമ്പത്തികമില്ല, പക്ഷെ കുറേ സ്നേഹമുണ്ട്. എന്ത് പ്രയോജനമാണ്? ആ സ്നേഹത്തെ നിലനിർത്തണമെങ്കിൽ എന്തിന്റെ എനർജിയാണ്? മണി എനർജിയാണ് അത്യാവശ്യം, അല്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഇത് നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് പറയുന്നത്. 2 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്, അതുപോലെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയും വന്നിട്ടുണ്ട്. ഇന്ന് ഒരുപാട് സാമ്പത്തികത്തിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ദൈവികതയിലുള്ള ആ ഒരു വിശ്വാസം, സമർപ്പണം ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം വന്നു ചേരും എന്ന് തന്നെയാണ് ഇന്ന് വീണ്ടും പറയുന്നത്.
മനസ്സിലായി. ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറഞ്ഞ ആത്മമിത്രങ്ങൾ കൂടിച്ചേരുന്നു. അവിടെ സന്തോഷത്തെ പ്രദാനം ചെയ്യാൻ കഴിയുന്നു. കൂടെ ചേരുമ്പോൾ ആത്മീയപരമായ എനർജിയിലേക്ക് ഉറ്റ സുഹൃത്തുക്കൾ കൂടെ ചേരുമ്പോഴുള്ള ആ ഒരു സ്നേഹം, ആത്മമിത്രങ്ങൾ കൂടി ചേരുമ്പോഴുള്ള സ്നേഹം, ആ സ്നേഹം നിലനിൽക്കണമെങ്കിൽ ഇവിടെ മറ്റു പല എനർജിയുടെയും അത്യാവശ്യമുണ്ട്. അത്യാവശ്യമായിട്ട് തന്നെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ 9 ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ, മറ്റു പക്ഷികളുടെ മുൻപിൽ ഏറ്റവും ഉയർന്ന പക്ഷിരാജൻ ഇവിടെ നമുക്ക് മയില് നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ള പക്ഷികളെ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് മയിലിന്റെ മനോഹരമായ നൃത്തം നോക്കി നിന്നുകൊണ്ട് പോകുക. അതുപോലെ നമ്മളെ ആകർഷിക്കുന്ന ഒന്നാണ് മയിലെന്ന് പറയുന്ന പക്ഷി. എന്ന് പറയുന്നത് പോലെ നിങ്ങളും ജീവിതത്തിൽ ആകർഷിക്കപ്പെടും. നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ എപ്പോഴും ഒരു ആകർഷണ വസ്തുവായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ആ ഒരു ആകർഷണത്തിലാണ് തീർച്ചയായിട്ടും സന്തോഷമുണ്ടാകുന്നത്. മനസ്സിലായെന്ന് പറയുന്ന പോലെ ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജി അങ്ങനെ തന്നെയാവും. നിങ്ങൾ പരസ്പരമുള്ള സ്നേഹം നിലനിർത്താനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് സീ ബിയോണ്ട് ദ കറണ്ട് സിറ്റുവേഷൻ. ഇപ്പൊ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ നിന്നും നിങ്ങളൊന്ന് ആലോചിക്കൂ, കറണ്ട് സിറ്റുവേഷനെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കൂ. ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളിൽ ഉള്ളത് അതിനെ ഒന്ന് കാണാൻ ശ്രമിക്കൂ, അല്ലെങ്കിൽ അതിന് ബാക്കിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്താണ് കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ ഇപ്പോഴത്തേത്? ഏതെങ്കിലും തരത്തിലുള്ള വിഷമമാണോ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്? ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളിപ്പോൾ ഏതെങ്കിലും നെഗറ്റീവ് എനർജിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് 6 ഓഫ് സോഡിന്റെ എനർജിയാണ്, മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. കണ്ടില്ലേ, ഈ ഒരു 6 ഓഫ് സോഡിന്റെ എനർജി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇനി ഈ ഒരു എനർജിയിൽ നിലനിൽക്കുന്നില്ല, നിലനിൽപ്പ് ഇവിടെ വേണ്ട, ഇനി നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു ബുദ്ധി ഉണ്ടാകും, ആ ബുദ്ധിക്ക് ഒരു ഉണർവുണ്ടാകുന്നു. അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ ഈ നെഗറ്റീവായ സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് പോകാൻ നിങ്ങളെ യൂണിവേഴ്സ് നയിക്കുന്നു, നിങ്ങളെ സഹായിക്കുന്നു. ആ ഒരു സഹായം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു എനർജിയിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ എംപ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നിങ്ങൾക്കൊരു മഹാറാണിയായി വാഴാൻ സാധിക്കും. മഹാറാണി എന്ന് പറയുമ്പോൾ എന്താണ്, ദൈവികമായ എനർജി 3 ആണ്, നമ്പർ 3 ആണ്. ഇവിടെ എംപ്രസിന്റെ എനർജി വരുമ്പോൾ അത് വ്യാഴാനുഗ്രഹമാണ്. അപ്പൊ അത് ദൈവികമായ ഒരു ബ്ലെസ്സിങ്സ് ആണ് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെത്. നിങ്ങൾക്ക് എന്താണ് തരുന്നത്? ഭാഗ്യം തരുന്നു, ധനം തരുന്നു, അതാണ്. അപ്പൊ ഭാഗ്യസ്ഥാനത്ത് നിങ്ങൾക്ക് ഒന്ന് വിലസാൻ സാധിക്കും. അതുപോലെ ധനത്തിൻ്റെതായ കാര്യങ്ങളിലും സമൃദ്ധി, ഐശ്വര്യം, ഇത് രണ്ടും നിങ്ങളിൽ വിളയാടാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സമൃദ്ധിയും ഐശ്വര്യവും വരുന്നു. ആ ഒരു ജീവിതം നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക്, ഇപ്പോൾ ഇന്നത്തെ ദിവസം പലർക്കും ഇത്തരത്തിലുള്ള ചില സന്തോഷങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അൺലോക്ക് ദ മാജിക് വിത്തിൻ എന്ന് പറയുന്നുണ്ട്, കണ്ടില്ലേ? അൺലോക്ക് ദ മാജിക് വിത്തിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ഉള്ളിലുള്ള മാജിക്കിനെ ഒന്ന് പുറത്തേക്ക് എടുക്കൂ. അത് തന്നെയാണ് ഇവിടെ നമുക്ക് എംപ്രസിന്റെ എനർജിയിലും വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മജീഷ്യന്റെ എനർജിയിലും വന്നിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഉള്ളിലുള്ള മാജിക്കിനെ തുറന്നു വിടൂ. ഉള്ളിൽ മാജിക് ഉണ്ട്, നമ്മളുടെ ഉള്ളിലെല്ലാം ഓരോ തരത്തിലുള്ള മാജിക് ഉണ്ട്. നമ്മളൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, അതറിയുന്നില്ല. നമ്മൾ നേരത്തെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്, കഴിവുകളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. പക്ഷെ ഇവിടെ ഒരു മാജിക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ മാജിക്കിനെ ഒന്ന് അൺലോക്ക് ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, തീർച്ചയായിട്ടും നമുക്ക് അതിലൂടെ മജീഷ്യന്റെ എനർജിയിലൂടെ വരാൻ പറ്റും. പ്രശസ്തിയും പദവിയും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അതിനായിട്ട് ആരാണ് നമ്മളെ സഹായിക്കുന്നത്? ഇതൊരു ഡിവൈൻ എനർജിയാണ്, ഇതൊരു ക്രിയേറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അതിനെ കണ്ടെത്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, അതിലൂടെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
അത് നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും, നിങ്ങളെ കൊണ്ട് അത് സാധിക്കും. ഇന്നത്തെ ദിവസം ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. മടിപിടിച്ചിരിക്കാതെ എനിക്ക് മുന്നോട്ട് വരണം, എൻ്റെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരേണ്ടത് ഞാൻ തന്നെയാണ്, പേടിച്ചിരിക്കുന്നത് എൻ്റെ ധർമ്മമല്ല, എനിക്ക് പൊരുതി നേടണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ ഒന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ സക്സസ് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യൂൻ ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവികമായ ഒരു സ്നേഹം ലഭിക്കുന്നു, അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ദൈവികമായ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഡിവൈൻ റൊമാൻറ്റിക് ലവ്. നിങ്ങളോട് ആർക്കെങ്കിലും ഒക്കെ പ്രണയമുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അത് തുടങ്ങുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു പ്രണയം തുടങ്ങുന്ന ദിവസം, അത് വളരെ നല്ല എനർജിയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹം പോലെയാണ് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം വരുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ദൈവികമായ സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് എന്താണ്? ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളിവിടെ ഒരു നല്ല ഹീലറാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ജോലിക്കുള്ള പ്രതീക്ഷകൾ ഉണ്ടാകും, ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് നിങ്ങൾ കടക്കുന്നുണ്ടാവാം. അവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു എനർജിയെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നേടിയെടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ടീച്ചറായിട്ട് ജോലി കിട്ടാം, അല്ലെങ്കിൽ നഴ്സാവാം, അല്ലെങ്കിൽ ഡോക്ടറാവാം, എന്തെങ്കിലുമൊക്കെ ജോലിയിലൂടെ നിങ്ങൾക്കൊന്ന് ഹീൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റുള്ളവരുടെ ഏറ്റവും നല്ല ഒരു ഹീലറായിട്ട് നിങ്ങൾക്കൊന്ന് വിലസാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇന്നും ഉണ്ടാവും. അതുപോലെ മറ്റുള്ളവരോട് പോസിറ്റീവായ രീതിയിൽ സംസാരിക്കാനും അവരുടെ ഇഷ്ടത്തെ നേടിയെടുക്കാനും അവരുടെ ആകർഷണത്തിലൂടെ മുന്നോട്ട് വരാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ നമുക്ക് പറഞ്ഞല്ലോ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.